ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു യിപ്പി നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യിപ്പി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടുന്നതെന്ന് നോക്കാം. അപ്പം യിപ്പിയുടെ 2-in-1 പാക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാള, തക്കാളി, പിന്നെ ഒരു മുട്ട, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ യിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഈ ഒരു പരുവത്തിലെല്ലാം അരിഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ എടുത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാളയും ക്യാരറ്റും ഞാൻ ആദ്യമേ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അതൊന്ന് ചെറുതായിട്ട് വാടിയതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഞാനത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എടുത്തപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഒരു ഗോൾഡൻ കളറൊക്കെ ആയി നല്ല രീതിയിലായിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിനുവേണ്ടി അതെല്ലാം ഞാൻ സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് കുഞ്ഞായിട്ട് നമ്മൾ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കത്തില്ല, അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുക്കി പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. കുറേ നേരം ഇളക്കി അതെല്ലാം യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മുടെ സെയിം പാനിൽ തന്നെയാണ് ഇനി ഞാൻ ബാക്കിയും ചെയ്യുന്നത്. ആ പാനിൽ തന്നെ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ യിപ്പി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ യിപ്പിയുടെ തന്നെ മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. അത് നമ്മുടെ യിപ്പി ഏകദേശം ഒന്ന് തിളച്ച് നല്ല രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനി നമ്മൾ മുന്നേ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് നമുക്കിനി ആ മസാലയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി അതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എമ്മി ആയിട്ടുള്ള യിപ്പി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.